അതായത് യു പി പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാം ആ പതിവ് ഇക്കുറി ആരെയാണ് തുണയ്ക്കാൻ പോവുക? 7 ഘട്ടമായാണ് ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 80 ലോക്സഭാ മണ്ഡലങ്ങൾ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഒന്നാം ഘട്ട വിധിയെഴുത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യഘട്ട വിധിയെഴുത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, ഏപ്രിൽ 19-ന്. 8 സീറ്റുകളാണ് ഒന്നാം ഘട്ടത്തിൽ വിധിയെഴുതത്. ഈ 7 ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടം കേരളത്തിനൊപ്പമാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏപ്രിൽ 26-നാണ്. ഏപ്രിൽ 26-ന് രണ്ടാം ഘട്ടത്തിൽ യു പിയിൽ വിധിയെഴുതുന്നത് 8 സീറ്റുകൾ ആണ്. അതായത് ആദ്യഘട്ടത്തിൽ 8, രണ്ടാം ഘട്ടത്തിൽ 8, ആകെ 16. മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് 10 സീറ്റായി ഉയരുകയാണ്. മെയ് 7-ാം തീയതിയാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ്. തൊട്ടടുത്ത ആഴ്ച 4-ാം ഘട്ട വോട്ടെടുപ്പിലും യു പി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. അപ്പോൾ സീറ്റെണ്ണം കൂടുന്നു, 13 സീറ്റുകൾ. 5-ാം ഘട്ടത്തിൽ 14 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മെയ് 20-നാണ് 5-ാം ഘട്ട വോട്ടെടുപ്പ്. 6-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മെയ് 25-ന് 14 സീറ്റും 7-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന, അതായത് അവസാന ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ 1-ന് 13 സീറ്റും ജനവിധി എഴുതുന്നതോടുകൂടി ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിലെ ജനവിധി പൂർത്തിയാവുകയാണ്. അതായത് നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതിൽ യു പിയിൽ നിന്നുള്ള സീറ്റുകൾ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തി വിധി എഴുതുന്ന ഘട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. ഇനി ഉത്തർപ്രദേശിന്റെ 2009 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രമെന്ന് നോക്കാം. ആരൊക്കെ അവിടെ വാണവർ ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന്. സമാജ്വാദി പാർട്ടിയുടെ ഒരു ബാസ്റ്റ്യൻ എന്ന രീതിയിലായിരുന്നു 2009-ൽ നിന്നത്. തൊട്ടടുത്ത് തന്നെ കോൺഗ്രസും BSPയും നിൽക്കുന്ന, പരസ്പരമുള്ള വ്യത്യാസം വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 2009. അതായത് രണ്ടാം UPA സർക്കാർ അധികാരത്തിൽ വരുന്ന 2009. അന്ന് സമാജ്വാദി പാർട്ടിക്ക് 23 സീറ്റുകൾ, കോൺഗ്രസിന് 21 സീറ്റുകൾ, BSPക്ക്, ബഹുജൻ സമാജ്വാദി പാർട്ടിക്ക് 20 സീറ്റുകൾ. ഇന്ന് രാജ്യം ഭരിക്കുന്ന BJPക്ക് അന്ന് യു പിയിൽ ഉണ്ടായിരുന്നത് വെറും 10 സീറ്റുകളാണ്. 2009-ലെ കഥയാണിത്. RLDക്കും ഉണ്ടായിരുന്നു 5 സീറ്റുകൾ. ഉത്തർപ്രദേശ് 2009-ൽ നിന്നും 5 വർഷം കൊണ്ട് എങ്ങനെയാണ് മാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 വർഷത്തെ ഇടവേള കൊണ്ട് ഈ സീറ്റെണ്ണമെല്ലാം മാറിമറിയുകയാണ്. 2014-ൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിൽ നിർണായകമായത് ഉത്തർപ്രദേശാണ്. 71 സീറ്റുകളാണ് ഉത്തർപ്രദേശ് എന്ന വലിയ സംസ്ഥാനം ലോക്സഭയിലേക്ക് BJPക്ക് സംഭാവന ചെയ്തത്. 71 സീറ്റുകളുമായി BJP നിൽക്കുമ്പോൾ സമാജ്വാദി പാർട്ടി 20-ലധികം സീറ്റുകൾ എപ്പോഴും കയ്യിലുണ്ടായിരുന്ന സമാജ്വാദി പാർട്ടിക്ക് 5 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നു. പവർ കുറയുന്നു സമാജ്വാദി പാർട്ടിക്ക്. നോക്കൂ, BSP ഇവിടെ ചിത്രത്തിലേ ഇല്ല. 2014 ആകുമ്പോൾ കോൺഗ്രസ് യു പി അടക്കി ഭരിച്ചിരുന്ന, ഒരു കാലത്ത് യു പി എന്നാൽ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ അത് രണ്ടായി ചുരുങ്ങുന്നതാണ്. 2014-ൽ നമ്മൾ കാണുന്നത് അപ്നാദൾ BJPയുടെ സഖ്യകക്ഷിയായിരുന്നു. അപ്നാദളിനും കിട്ടി 2 സീറ്റ്. അങ്ങനെ 71 + 2 73 എന്നതിൽ ലോക്ക് ചെയ്തു 2014-ൽ അവിടെ NDA. 2019-ലേക്ക് വരുമ്പോൾ സീറ്റെണ്ണം കുറയുന്നുണ്ടെങ്കിലും ആധിപത്യം ഒട്ടും കുറയുന്നില്ല BJPക്ക്. 62 സീറ്റുകൾ. അപ്പോൾ ഉത്തർപ്രദേശിന്റെ 2019-ലെ വോട്ട് ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 62 സീറ്റിലേക്ക് 71-ൽ നിന്ന് 62-ലേക്ക് BJP താണു. പക്ഷേ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് തുടർ ഭരണത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാരിനെ എത്താൻ സഹായിച്ചത് ഉത്തർപ്രദേശിലെ BJPയുടെ പെർഫോമൻസ് ആണ്. BSPയുടെ സീറ്റെണ്ണം 10-ലേക്ക് എത്തുന്നു. അതായത് 0-ലായിരുന്ന BSP, നോക്കൂ, 2014-ൽ 0-ലായിരുന്നു BSPയുടെ പോൾ പൊസിഷൻ. അത് 2019 ആകുമ്പോൾ 10-ലേക്ക് ഉയരുന്നു. സമാജ്വാദി പാർട്ടിയുടെ 5 ഇൻടാക്റ്റായി അവിടെ തന്നെയുണ്ട്. അപ്നാദളും പഴയ 2-ലേക്ക് തിരിച്ചു വരുന്നു. കോൺഗ്രസ് 1-ലേക്ക് ചുരുങ്ങുന്നതാണ് 2019-ൽ നമ്മൾ കാണുന്നത്. ഇനി ഓരോ പാർട്ടികൾക്കും ഉണ്ടായിരുന്ന വോട്ട് വിഹിതം, അതിലെങ്ങനെയാണ് ശോഷണവും അതുപോലെ തന്നെ എങ്ങനെയാണ് വളർച്ചയും സംഭവിച്ചത്, അതുകൂടി പറയുമ്പോഴേ ചിത്രം പൂർണ്ണമാകൂ. വോട്ട് വിഹിതം 2009-ലെ പോൾ ഡാറ്റ ഇതാ വന്നു കഴിഞ്ഞു. സമാജ്വാദി പാർട്ടിക്ക് 23.3% വോട്ടുകൾ, കോൺഗ്രസിന് 18.3%, BSPക്ക് 27.4%, BJPക്ക് 17.5%. ഇത് 2009-ലെ കണക്കാണ്. 2014-ലേക്ക് വരുമ്പോൾ സീറ്റെണ്ണത്തിൽ കണ്ട കുതിച്ചുകയറ്റത്തിലൂടെ വിസ്മയിപ്പിച്ചത് BJPയാണ്. അവിടെ തളർച്ചയുണ്ടായത് BSPക്കും SPക്കും കോൺഗ്രസിനുമാണ്. BJPക്ക് 42.6%-ലേക്ക് വളർച്ചയുണ്ടാകുന്നു. BSP 22.3%, BSP 19.8%, കോൺഗ്രസ് 7.5%. അതായത് 18.3-ൽ നിന്ന് പകുതിക്ക് താഴേക്ക് എത്തുന്നു കോൺഗ്രസ് എന്നുള്ളതാണ്. BSPക്കും കാര്യമായ ശോഷണം അവിടെ സംഭവിക്കുകയാണ്. 2019-ലെ വോട്ട് വിഹിതത്തിലേക്ക് വന്നാൽ, തൊട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതത്തിലേക്ക് വരുമ്പോൾ BJPയുടെ സീറ്റെണ്ണം കുറയുന്നെങ്കിലും അവരുടെ വോട്ട്
വോട്ട് വിഹിതം ഉയരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് യു പിയിൽ നമ്മൾ കാണുന്നത്. അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൈവരിച്ച വിജയം കൂടി ആധാരമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. 2019 BJPയുടെ വോട്ട് വിഹിതം 50% ഉയരുമ്പോൾ BSPക്ക് കാര്യമായി പരിക്കേൽക്കുന്നില്ല. 2014 വെച്ച് നോക്കുമ്പോൾ 19.4% നിൽക്കുകയാണ്. SP-ക്ക് 18.1%. കോൺഗ്രസിന്റെ അവസ്ഥയാണ് കഷ്ടം. 7.5 നിന്ന് 6.4% ഒരു കാലത്ത് ഉത്തർപ്രദേശിലെ കരുത്തരായിരുന്ന കോൺഗ്രസ് പാർട്ടി മാറുന്നത് നമ്മൾ കാണുന്നു 2019. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒടുവിൽ നടന്നത് ഉത്തർപ്രദേശിൽ. 2022 നിയമസഭാ സീറ്റിൽ ആകെയുള്ള 403 നിയമസഭാ സീറ്റുകളിൽ എത്ര എണ്ണം വീതം ഓരോരുത്തർക്കും കിട്ടി എന്നുള്ളത് കൂടി നോക്കാം. നിലവിൽ ഭരിക്കുന്നത് BJP ആണ്, നമുക്കറിയാം. 403-ൽ 255 BJP നേടി. 2022 സമാജ്വാദി പാർട്ടിയാണ് തൊട്ടുപിന്നിൽ. 111 സീറ്റുകൾ സമാജ്വാദി പാർട്ടി സ്വന്തമാക്കുമ്പോൾ കോൺഗ്രസിന് നിയമസഭയിലുള്ളത് 2 സീറ്റുകളാണ്. BSPക്ക് 1 സീറ്റ്. അതാണ് നിയമസഭയിലെ നിലവിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ 2019 നിന്ന് 2022 വരുമ്പോൾ BJPക്ക് അവരുടെ സീറ്റുകൾ തുടരാൻ കഴിയുന്നുണ്ട്. പക്ഷേ സമാജ്വാദി പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് അതിപ്പോൾ ഇന്ത്യ സഖ്യമായി മാറുന്ന കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് കരുത്ത് നൽകുന്നത് അല്ലെങ്കിൽ ആത്മവിശ്വാസം കൂട്ടുന്നത് ഈ കണക്കാണ്. ഒന്നിച്ചു നിന്നാൽ ഇതിലും വളരാമെന്ന കണക്ക്. വോട്ട് വിഹിതം കൂടി പറയാം. BJPക്ക് 41.3%. അതായത് 2019 50% നിന്ന് 2022 എത്തുമ്പോൾ അവർ 41.3% എത്തുന്നു. SP വളരുന്നു 32.1%. BSP തളരുന്നു 12.9%. കോൺഗ്രസ് തളരുന്നു 2.33%. നിലവിൽ അവിടെ നമ്മൾ നോക്കേണ്ടത് സമാജ്വാദി പാർട്ടിയും BSPയും ആരുടെയൊക്കെ വോട്ടുകൾ പരസ്പരം ചോർത്തും എന്നുള്ളതാണ്. കാരണം BSP എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ്. അത് NDAക്ക് ഗുണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യ സഖ്യത്തിന് വിയർക്കേണ്ടി വരും. നമുക്കിനി പോകേണ്ടത് വിശകലനത്തിലേക്കാണ്. എന്തൊക്കെയാണ് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ? 7 ഘട്ടത്തിലും വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്ന UPയിലെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം VS രഞ്ജിത്തും നോബൽ മാരിക്കാരനുമാണ് ഉള്ളത്. നമുക്ക് ആദ്യം VS രഞ്ജിത്തിലേക്ക് പോകാം. VS രഞ്ജിത്ത്, നിയമസഭയിലുള്ള മുന്നേറ്റം, അതായത് ഇപ്പോൾ സംസ്ഥാനത്തിന് ഭരണം കയ്യിലുണ്ട്. അതുപോലെ തന്നെ 2014 കൈവരിച്ച വലിയ വളർച്ചയിൽ നിന്നും സീറ്റെണ്ണത്തിലുണ്ടായ തളർച്ച വോട്ട് ശതമാനത്തിൽ കാണാത്തത് ആശ്വാസമുണ്ടാക്കുന്ന ഒരു ഘടകമായി നിൽക്കുന്നു. ഒപ്പം അയോധ്യയിലെ രാമക്ഷേത്രം പണി പൂർത്തീകരിച്ച വാഗ്ദാനം നിർവഹിച്ചു എന്നുള്ള ആത്മവിശ്വാസം, ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ NDAയുടെ UPയിലെ 80-ലെ പ്രതീക്ഷ എത്രയാണ്? ഒരു ക്ലീൻ സ്വീപ്പാണോ ഉദ്ദേശിക്കുന്നത്? ഇത്തവണ BJPക്ക് UPയിൽ നെഗറ്റീവായ കുറച്ച് കാര്യങ്ങളുണ്ട്, പോസിറ്റീവായ കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്ന്, ഇന്ത്യ മുന്നണി വളരെ ശക്തമായി അവരുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അവരുടെ സീറ്റ് ധാരണയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് അവർ നൽകിയ സീറ്റുകളിൽ കോൺഗ്രസ് തൃപ്തിപ്പെടുകയും ഇന്ത്യ മുന്നണി വളരെ ശക്തമായി കഴിഞ്ഞ തവണ 2-3 സ്ഥാനത്തുണ്ടായിരുന്ന 2 പാർട്ടികൾ അതിശക്തമായി ഒരു മുന്നണി രൂപീകരിച്ച് ഇന്ത്യ മുന്നണിയുടെ നല്ല പരീക്ഷണം നടക്കുന്നുണ്ട്. 10 വർഷമായി അവിടെ കേന്ദ്ര ഭരണമാണ്. അതുപോലെ തന്നെ 7 വർഷമായി അവിടെ സംസ്ഥാനത്ത് BJPയുടെ ഭരണമാണ്. സ്വാഭാവികമായിട്ടും ഒരു തുടർച്ചയായ ഭരണത്തിൽ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നൊരു ഫാക്ടർ വർക്ക് ചെയ്യാനുള്ള സാധ്യത പ്രതിപക്ഷങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഫാക്ടർ, അവിടെ കർഷകർക്കിടയിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ചില ജാതി സമവാക്യങ്ങളിലും അവിടെ BJPക്ക് കാലിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് മൂന്നുമാണ് UPയിൽ BJP ആകെ ഭയപ്പെടുന്ന കാര്യങ്ങൾ. എന്നാൽ ഈ BJPക്ക് UPയിലുള്ള പ്രതീക്ഷകൾ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ഡബിൾ എൻജിൻ സർക്കാർ എന്നുള്ളതാണ്. ഈ ഡബിൾ എൻജിൻ സർക്കാർ എന്ന് മാത്രമല്ല, 2 കരുത്തരായ നേതാക്കന്മാരുണ്ട്. ഇന്ത്യയിലെ തന്നെ BJPയുടെ 2 പ്രബലരായ നേതാക്കന്മാർ, അവരാണ് UPയുടെ നേതാക്കന്മാർ. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ്. UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് UPയുടെ മാത്രം നേതാവല്ല. നരേന്ദ്രമോദി കഴിഞ്ഞാൽ അടുത്ത നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി കാവി അണിഞ്ഞ യോഗി ആദിത്യനാഥ് വരുമെന്ന് ഇന്ത്യയിലെ BJPക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും എന്ന 2 നേതാക്കന്മാർ മാത്രം മതി UPയിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. മറ്റൊന്ന്, BJPക്ക് ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള സംസ്ഥാനമാണ് UP എന്ന് പറയുന്നത്. UPയിലെ ഓരോ ബൂത്തുകളിലും BJPക്ക് പ്രവർത്തകരുണ്ട്. അവിടെ ഏറ്റവും നന്നായി RSSന്റെ ശാഖയും പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒന്ന് നേതാക്കന്മാരുടെ ബലം, 2 സംഘടനാ
സംവിധാനം. മൂന്നാമത്തത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഏറ്റവും കരുത്തുള്ള ഒരു വിളനിലമാണ് UP എന്ന് പറയുന്നത്. BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഏറ്റവും നന്നായി വിളവെടുത്തിട്ടുള്ള സംസ്ഥാനമാണ് UP. അപ്പോൾ ആശയപരമായും സംഘടനാപരമായും നേതൃതലത്തിലും BJP വളരെ കരുത്തോടുകൂടി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ഒരു പിന്നോക്ക 62 എന്നുള്ളത് ഇത്തവണ കൂടുതൽ സീറ്റുകൾ BJP UPയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം BJPക്ക് കൂടുതൽ പ്രതീക്ഷ UPയിൽ നൽകുന്നുണ്ട്. അതുമാത്രമല്ല നഗര കേന്ദ്രീകൃതമായി വലിയ വികസനം ലക്നൗ, അലഹബാദ്, അതുപോലെ വാരാണസി, മീററ്റ് തുടങ്ങി ഉത്തർപ്രദേശിൻ്റെ എല്ലാ നഗരങ്ങളെയും വികസിപ്പിച്ചുകൊണ്ട് അവിടെ അതിവേഗ പാതകളും അവിടെ മെട്രോ ട്രെയിനുകളും ഒക്കെ ഓടിച്ചുകൊണ്ട് ഒരു നഗര വികസനത്തിൻ്റെ നല്ല മാതൃക UPയിൽ BJP സൃഷ്ടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ കൂടുതൽ പദ്ധതികൾ BJP അതായത് ക്ഷേമ പദ്ധതികളും ജനങ്ങളിൽ ഇന്ന് വോട്ടായി മാറും എന്നൊരു പ്രതീക്ഷ. ഇതൊക്കെയാണ് BJPയുടെ NDAയുടെ പ്രതീക്ഷകൾ. രഞ്ജിത്തിൽ നിന്ന് നോബിളിലേക്ക് വന്നാൽ, നോബിൾ മാരിക്കാരൻ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ചേർത്തുവെച്ച കഷണങ്ങളാണ് എങ്കിൽ പോലും സീറ്റ് ധാരണയിലടക്കം പല വിട്ടുവീഴ്ചകളും ചെയ്യാൻ സമാജ്വാദി പാർട്ടി മുൻകൈയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അമേഠി, റായ്ബറേലി കോൺഗ്രസിന്റെ 2 സീറ്റുകൾ അവർ മത്സരിക്കാനായി പ്രിയങ്കയും രാഹുലും എത്തുമോ എന്നുള്ളത് നാളെ തീരുമാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. CEC ചേരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ തീരുമാനങ്ങൾ വൈകുന്നത് ഇന്ത്യ മുന്നണിക്ക് ഒരു വെല്ലുവിളിയാകുന്നുണ്ടോ? അവരുടെ UPയിലെ പ്രതീക്ഷ എങ്ങനെയാണ് നോബിൾ? സുജയ, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ VS സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സീറ്റ് വിഭജനം അവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഉത്തർപ്രദേശിൽ അവർക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം നൽകുന്നത്. കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസ് വലിയ രീതിയിലുള്ള കടുംപിടുത്തം അവിടെ ഒരു സീറ്റിൽ നടത്തിയില്ല എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. 80 സീറ്റിൽ 17 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത്. ബാക്കി 63 സീറ്റിൽ SP മത്സരിക്കുന്നു. എന്താണെങ്കിലും 80 സീറ്റുകളിൽ മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും ആശ്വാസകരമായി തന്നെ സംസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. കാരണം പല സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശിലാണെങ്കിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ ബീഹാറിലൊക്കെ ആണെങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട നീണ്ടുപോയ ചർച്ചകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നീണ്ടുപോയ ചർച്ചകളിലേക്ക് പോകാതെ പ്രശ്നങ്ങൾ ഇല്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഒന്നാമത്തെ പ്ലസ് പോയിന്റ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. മറ്റൊന്ന്, 2 ഭരണങ്ങൾ പ്രത്യേകിച്ച് ഈ NG സർക്കാരാണ്, സംസ്ഥാന സർക്കാരും ഒപ്പം കേന്ദ്ര സർക്കാരും BJPയുടേതാണ്. അവിടെ പല പ്രശ്നങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് കർഷകർക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. കർഷക സമരം നോയിഡ അടക്കമുള്ള മേഖലകളിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ സംസ്ഥാനത്ത് വലിയൊരു പ്രശ്നമാണ്. ചോദ്യപേപ്പർ ചോർച്ച നിരന്തരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ തുടങ്ങിയതൊക്കെ സംസ്ഥാനത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ, അതായത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടിയുണ്ട്. എന്താണെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഒരു വികാരം കൂടി അവിടെ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കൂട്ടുന്നത്. ഈ നിമിഷം നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം അമ്രോഹയിൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BSP വിട്ട് കോൺഗ്രസിലെത്തിയ ഡാനിഷ് അലിക്ക് വേണ്ടി 2 നേതാക്കളും അവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അത്തരത്തിൽ ഒരു ഒരുമ അവിടെ എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടിക്ക് മറികടക്കാനായി മറുഭാഗത്തും ശ്രമം തുടരുന്നുണ്ട്. BSPയെ അണിനിരത്തിക്കൊണ്ടുള്ള, ഇതിൽ രണ്ടിലും പെടാതെ നിൽക്കുന്ന നോബിൾ, BSP ഒരു സ്പോയിലർ ഇഫക്റ്റ് ഉണ്ടാക്കുമോ ഇക്കുറി? സുജയ, മായാവതി എന്ന് പറയുന്നത് ഒരു കാലത്ത് ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി മായാവതി വളരെ നിശബ്ദയാണ് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ഒരു വിമർശനം. മായാവതിയുടെ പാർട്ടി കഴിഞ്ഞ തവണ 10 സീറ്റുകൾ നേടി. രണ്ടാമത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടി BSP ആണ് എന്ന് കൂടി നമ്മൾ എടുത്തു പറയുന്നത്. സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലാണെങ്കിൽ പോലും അവർ 10 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. അത്തരത്തിൽ ഒരു ശക്തി ഈ ഘട്ടത്തിൽ BSPക്ക് ഇല്ല എന്ന വിലയിരുത്തലാണ് പല കോണുകളിൽ ഉള്ളത്. പ്രത്യേകിച്ച് ഡാനിഷിന്റെ അടക്കമുള്ള ആളുകൾ അവരുടെ ഒരു സിറ്റിംഗ് MP കൂടി കോൺഗ്രസിലേക്ക് വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അത്തരത്തിൽ പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് ഡാനിഷ് അലിക്കെതിരെ പാർലമെന്റിനകത്തുണ്ടായ വർഗീയമായ ആ അത്തരത്തിലുള്ള ആക്രമണത്തിൽ പോലും വലിയ രീതിയിൽ അപലപിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് BSP പോയില്ല എന്നതാണ് പ്രധാനമായൊരു വിമർശനമായി ഉയരുന്നത്. അത്തരത്തിൽ പോലും ന്യൂനപക്ഷങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിനിടയിലോ ഉണ്ടായ പ്രശ്നങ്ങൾക്കൊന്നും വേണ്ട രീതിയിൽ ഇടപെടാൻ മായാവതി കഴിഞ്ഞില്ല. മായാവതി നിശബ്ദയായിരുന്നു. അപ്പോൾ UPയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൽ കൂട്ടലും കിഴിക്കലും നമുക്ക് തുടരണം. 80 സീറ്റുകൾ, അത് 7 ഘട്ടമായാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ആദ്യ ഘട്ടത്തിൽ 8 സീറ്റുകൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് 72 സീറ്റുകളാണ്. അടുത്ത 6 ഘട്ടമായി അവ വിധി എഴുതാൻ പോകുന്നു. VS രഞ്ജിത്തും നോബിൾ മാരിക്കാരനുമാണ് വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു ഗൈസ്.